ഇന്ത്യയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലേക്ക് നീളുന്ന ഈ വേളയിൽ ഇനിയും 9ഓളം മണ്ഡലങ്ങൾ മത്സരത്തിന് ഉള്ള പശ്ചിമ ബംഗാളിന്റെ അവസ്ഥ എന്താകും എന്നാണ് എല്ലാവരും ഒരുപോലെ ചോദിക്കുന്ന ചോദ്യം. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മമത ഏത് പക്ഷത്തോടൊപ്പം ചേരും? അവിടെ എത്രത്തോളം BJP നേട്ടമുണ്ടാക്കും? തൃണമൂൽ കോൺഗ്രസിന് നില മെച്ചപ്പെടുത്താനാകുമോ? ഇതൊക്കെയാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. 2019 തെരഞ്ഞെടുപ്പ് ചിത്രം പരിശോധിച്ചാൽ പശ്ചിമ ബംഗാളിലെ ആകെയുള്ള 42 സീറ്റുകളിൽ 22 സീറ്റും നേടിയത് മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസ് ആണ്. ബാക്കിയുള്ള 18 സീറ്റുകൾ BJPയും 2 സീറ്റുകൾ കോൺഗ്രസും നേടിക്കൊണ്ട് ആകെ 42 മണ്ഡലങ്ങളുടെ ചിത്രം ഇങ്ങനെ നമ്മുടെ മുന്നിലേക്ക് വരുന്നു. എന്നാൽ ഇത്തവണ തെരഞ്ഞെടുപ്പ് ചിത്രം വളരെ വിഭിന്നമാണ് എന്നുള്ളതാണ്. നേരത്തെ തൃണമൂൽ കോൺഗ്രസ് ഏകദേശം 43.7% വോട്ട് നേടിക്കൊണ്ടാണ് ഈ 22 സീറ്റുകൾ സ്വായത്തമാക്കിയതെങ്കിൽ BJPക്ക് അവിടെ 40%-ലധികം വോട്ടുകൾ നേടിക്കൊണ്ടാണ് 18 സീറ്റുകൾ സ്വായത്തമാക്കിയത് എന്നുള്ള കാര്യം നാം മറന്നുകൂടാ. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വോട്ട് ശതമാനം വളരെ കുറവായിരുന്നു. എന്നാൽ ഇത്തവണ സ്ഥിതിയാകെ മാറിയിരിക്കുകയാണ്. ഒരുപക്ഷെ ഇന്ത്യ എന്ന പേര് കൊണ്ട് തന്നെ ആ മുന്നണി സംവിധാനം രൂപപ്പെടുത്താൻ മുന്നിട്ടിറങ്ങിയ മമതാ ബാനർജി ഒടുവിൽ കോൺഗ്രസുമായി സീറ്റ് ചർച്ചയിൽ തട്ടിപ്പിരിഞ്ഞു പോകുന്ന ഒരവസ്ഥയാണ് നമ്മൾ കണ്ടത്. 8 മുതൽ 10 സീറ്റ് വരെ സഖ്യത്തിന് വേണ്ടി ആവശ്യപ്പെട്ട കോൺഗ്രസിനോട് 2 സീറ്റിലധികം നൽകാനാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് കടുത്ത ഭാഷയിൽ നിലപാടെടുത്ത് ഒടുവിൽ സ്വതന്ത്രമായി മത്സരിക്കുവാനാണ് അവർ തീരുമാനിച്ചത്. ഇത് പലരുടെയും ഇടയിൽ ചോദ്യങ്ങൾ ഉണ്ടാക്കുന്നു. കാരണം ഒരുപക്ഷെ കോൺഗ്രസിനോടൊപ്പം രാഷ്ട്രീയം തുടങ്ങി, നമുക്കറിയാം 70കളിൽ അവര് കോൺഗ്രസിനോടൊപ്പം ചേരുകയും പിന്നീട് 98-99 കാലഘട്ടം ആയപ്പോഴേക്കും അവരുമായി തെറ്റിപ്പിരിഞ്ഞ് കോൺഗ്രസിൽ നിന്ന് മാറി തൃണമൂൽ കോൺഗ്രസ് ഉണ്ടാക്കി. പിന്നീട് നടന്ന മത്സരങ്ങളിലൊക്കെ പല മത്സരങ്ങളിലും വിജയിച്ചു കയറുകയും അവര് വാജ്പേയി സർക്കാരിലും പല NDA മുന്നണിയുടെ ഭാഗമായിരിക്കുക, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും മറിഞ്ഞും രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് മമതാ ബാനർജി. അവരെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ അവർ തെരഞ്ഞെടുപ്പിന് മുമ്പ് പരമാവധി ഇന്ത്യ സഖ്യത്തിലൊക്കെ അവരെ അടുപ്പിക്കാനുള്ള ശ്രമങ്ങൾ കോൺഗ്രസ് നടത്തിയിരുന്നു എങ്കിലും അതിനൊന്നും നൽകാതെ സ്വതന്ത്രമായി തങ്ങൾ മത്സരിക്കുന്നു എന്നുള്ള നിലപാടാണ് അവർ എടുത്തത്. 22 സീറ്റിൽ ജയിച്ചതിന്റെ ഒരു ആത്മവിശ്വാസവും ബംഗാളി ഐഡന്റിറ്റിയിൽ അധിഷ്ഠിതമായി ബംഗാളിനെ എന്തു വില കൊടുത്തും തന്നോടൊപ്പം നിലനിർത്തുക എന്നുള്ള വലിയ ഒരു തന്ത്രമാണ് മമതാ ബാനർജി ഈ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്നത്. ഒരുപക്ഷെ ഏതെങ്കിലും കാരണവശാൽ BJPക്ക് തങ്ങളുടെ BJP സഖ്യത്തിന് ഒരു സഖ്യം ആവശ്യമായി വന്നാൽ തങ്ങൾക്ക് സീറ്റുണ്ടെങ്കിൽ അതൊരു വലിയ വിലപേശൽ തന്ത്രമായി ഉപയോഗിക്കാമെന്ന് മമതാ ബാനർജി കണക്ക് കൂട്ടുന്നു. അവർ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ പിന്തുണ ഇന്ത്യ സഖ്യത്തിന് തന്നെ എന്ന് തന്നെയാണ്. അതായത് മോദി ജൂൺ 4 കഴിയുമ്പോൾ അധികാരത്തിൽ നിന്ന് പുറത്തു പോകുമെന്നും ആ സഖ്യത്തിൽ, അതായത് UPA സഖ്യത്തിൽ തങ്ങൾ ഉണ്ടാകും, ഇന്ത്യ മുന്നണിയുടെ സഖ്യത്തിൽ തങ്ങൾ ഉണ്ടാകും എന്നുമാണ് അവർ പറയുന്നതെങ്കിലും പലപ്പോഴും ചാടിയും ചരിഞ്ഞും മറിഞ്ഞും നിലപാടുകൾ എടുത്തിട്ടുള്ള മമതാ ബാനർജിയുടെ ഈ പോക്ക് എന്തായിരിക്കും എന്നുള്ളത് ഇപ്പോൾ പ്രവചിക്കുക അസാധ്യമാണ്. അവർ BJPയോടൊപ്പം നിൽക്കില്ല, കോൺഗ്രസിനോടൊപ്പം ആയിരിക്കും തങ്ങളുടെ ഭരണം, അല്ലെങ്കിൽ കേന്ദ്രത്തിൽ ഏതെങ്കിലും കാരണവശാൽ ഇന്ത്യ മുന്നണി വരികയാണെങ്കിൽ തങ്ങൾ അതിനോട് ഭാഗമായിരിക്കും. പക്ഷെ പശ്ചിമ ബംഗാളിൽ അതിന് തയ്യാറല്ല എന്ന് വ്യക്തമാക്കിയിട്ടുള്ള അവരെ നമുക്ക് ഇവിടെ വിശ്വസിക്കുക വളരെ പ്രയാസമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ വലിയ ചർച്ചകളാണ് 6ാം ഘട്ടം കഴിഞ്ഞപ്പോഴൊക്കെ നടക്കുന്നത്. ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ടോ? BJP മെച്ചപ്പെടുത്തുമോ? BJP നിലനിർത്തുമോ? ഇങ്ങനെ ധാരാളം ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ രണ്ടിടത്തേക്കും വിലപേശാനുള്ള ഒരു തന്ത്രമായിട്ടാണ് ഒരു പക്ഷേ മമതാ ബാനർജി പശ്ചിമ ബംഗാളിലെ തങ്ങളുടെ സീറ്റുകളെ കാണുന്നത് എന്നുള്ളതാണ് പച്ചയായ യാഥാർത്ഥ്യം. എനിക്ക് തോന്നുന്നില്ല അവർ ഏതെങ്കിലും ആവശ്യമായിട്ട് വന്നാൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായാലും തിരിച്ച്, അതായത് 2 തരത്തിലായാലും ഒരു ബാർഗെയിനിങ് പോയിന്റ്, അതായത് 2 മുന്നണികൾക്കും ഒരു തങ്ങളുടെ സഹായം ആവശ്യമായി വന്നാൽ അത് ഒരു പക്ഷേ ബാർഗെയിനിങ്ങിന് വേണ്ടി, അവരുമായി ഒരു വിലപേശലിന് വേണ്ടി ഉപയോഗിക്കുവാനുള്ള സാധ്യതയാണ് മമതാ ബാനർജിയിൽ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഓരോ സീറ്റിലെയും നില മെച്ചപ്പെടുത്തുവാനാണ് അവർ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നേരത്തെ അവിടെയുള്ള പശ്ചിമ ബംഗാളിലെ പിന്നോക്ക വിഭാഗങ്ങളുടെ വോട്ടുകൾ പൂർണ്ണമായും സ്വായത്തമാക്കുവാനുള്ള പരിശ്രമം അവർ നടത്തിയിട്ടുണ്ട്. സ്ത്രീകളുടെ വോട്ട് വളരെ നിർണായകമായിട്ടുള്ള ഒരു ഘടകമായിരുന്നു പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിയെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ അവസാന ഘട്ടങ്ങൾ തെരഞ്ഞെടുപ്പ് ചിത്രത്തിലേക്ക് എത്തുമ്പോൾ ഒരുപാട് മാറ്റങ്ങളാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്.
സ്ത്രീകളുടെ വോട്ടുകൾ ഭിന്നിച്ചു പോകാനുള്ള സാധ്യത വരെ പശ്ചിമ ബംഗാളിൽ ഉണ്ടായി എന്നുള്ളതാണ്. സന്ദേശ് കാലി സംഭവം നമ്മളോട് പറയുന്നത് അതാണ്. സന്ദേശ് കാലിയിൽ ഈ തൃണമൂൽ കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെ ലൈംഗിക അതിക്രമത്തിനും അതുപോലെ തന്നെ ഭൂമി സ്വായത്തമാക്കുന്നതിനുള്ള അവർ നടത്തിയിട്ടുള്ള കുൽസിത പ്രവർത്തനങ്ങളും ഒക്കെ തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചാ വിഷയമായി എന്നുള്ളതാണ്. അവസാന ഘട്ടത്തിൽ സന്ദേശ് കാലി സംഭവം ആസൂത്രണം ചെയ്തത് BJP-യുടെ നേതൃത്വത്തിലാണെന്നൊക്കെ തമ്മിലുള്ള വിമർശനങ്ങളും അതിലൊരു BJP നേതാവിന്റെ സന്ദേശവും ഒക്കെ അവിടെ പ്രചരിക്കുന്നുണ്ട്. എങ്കിലും സന്ദേശ് കാലി സംഭവം ചെറുതല്ലാത്ത തരത്തിലാണ് മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിന്റെ സ്വാധീനത്തെ പിടിച്ചുലച്ചത് എന്ന് പറയാതെ വയ്യ. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ സന്ദേശ് കാലി സംഭവം തൃണമൂൽ കോൺഗ്രസിന് ഒട്ടും യോജിക്കുന്ന തരത്തിലല്ല. അത് അവരുടെ സീറ്റ് നിലകളിൽ വേണമെങ്കിൽ വ്യത്യാസങ്ങൾ വരുത്തിയേക്കാം എന്നുള്ള ഒരു സൂചനയുണ്ട്. അതേസമയം തന്നെ കേന്ദ്ര സർക്കാർ ഈ കഴിഞ്ഞ 1-2 ദിവസങ്ങളായി CAA നിയമം, പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട നിയമം പശ്ചിമ ബംഗാൾ നടപ്പിലാക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. എന്ത് വില കൊടുത്തും അതിനെ എതിർക്കുമെന്നും അത് തങ്ങൾ പശ്ചിമ ബംഗാളിൽ നടപ്പിലാക്കുകയില്ല എന്നും വ്യക്തമാക്കിയ മമതാ ബാനർജിക്ക് കൊടുത്ത ഒരു തട്ടാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ നയം എന്ന് പറയാതെ വയ്യ. 4 വർഷം മുമ്പ് തന്നെ ഈ നിയമത്തെക്കുറിച്ച് പറയുകയെന്ന അതിന്റെ പ്രക്രിയകൾ തുടങ്ങുകയും ചെയ്ത BJP സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് എന്തുകൊണ്ട് ഈ പ്രഖ്യാപനം നടത്തി CAA അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങൾ നടത്തി അവിടെയുള്ള ചിലർക്ക് പൗരത്വം നൽകി എന്നുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. പ്രത്യേകിച്ച് പശ്ചിമ ബംഗാളിലെ 2 പ്രധാനപ്പെട്ട വിഭാഗങ്ങളുണ്ട്. അവിടെ മധുവ എന്ന് പറയുന്ന വിഭാഗത്തിന്റെയും അതുപോലെ തന്നെ രാജ്വൻഷി എന്ന് പറയുന്ന വിഭാഗത്തിന്റെയും പിന്തുണ ഉറപ്പുവരുത്തുക. അവര് പട്ടികജാതി വിഭാഗങ്ങളാണ്, അവിടുത്തെ പ്രബലമായ 2 സമൂഹങ്ങളാണ്, ഏകദേശം 7-8 മണ്ഡലങ്ങളിൽ സ്വാധീനമുള്ളവരാണ്. അവരുടെ സീറ്റുകൾ എങ്ങനെയും നിലനിർത്തുക, അവരുടെ സ്വാധീനത്തെ ഉപയോഗിക്കുക എന്നുള്ള ഒരു തന്ത്രം BJP പയറ്റുന്നുണ്ട്. സന്ദേശ് കാലി സംഭവം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം അഴിമതി ആരോപണങ്ങൾ, തൃണമൂൽ കോൺഗ്രസിനെതിരെയുള്ള ശക്തമായ അഴിമതി ആരോപണങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഈ സന്ദേശ് കാലി സംഭവം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് അവിടുത്തെ സ്കൂൾ കോളേജ് നിയമനവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ. അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ആൾക്കാരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടന്നു വന്നിട്ടുള്ള ആരോപിക്കപ്പെട്ടിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ. ഇതെല്ലാം തന്നെ പ്രത്യേകിച്ച് സ്കൂൾ നിയമനവുമായി ബന്ധപ്പെട്ട് 25,000-ഓളം പേർക്കെതിരെ അവിടുത്തെ കോടതി വിധി വന്നതുമൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ ഇതൊക്കെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു വലിയ ഭരണവിരുദ്ധ വികാരം ഒരർത്ഥത്തിൽ തൃണമൂൽ കോൺഗ്രസിനെതിരെ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ സ്ത്രീകളുടെ വോട്ട്, അതുപോലെ തന്നെ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം, തൊഴിൽ രഹിതരായവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള തൃണമൂൽ കോൺഗ്രസിനെതിരെ ഉണ്ടായി വന്നിട്ടുള്ള ആരോപണങ്ങൾ. ഒപ്പം ശ്രദ്ധേയമായ ഒരു കാര്യം എന്ന് പറയുന്നത് നേരത്തെ ഉണ്ടായിരുന്നത് പോലെയുള്ള സഖ്യങ്ങളല്ല അവിടെ ഉള്ളത് എന്നുള്ളതാണ്. നേരത്തെ ഒരു മഹാഗഡ്ബന്ധൻ സഖ്യത്തിന്റെ ഭാഗമായിട്ടായിരുന്നു മത്സരമെങ്കിൽ ഇത്തവണ തൃണമൂൽ ഒറ്റയ്ക്ക് മത്സരിക്കുന്നു, BJP ഒറ്റയ്ക്ക് മത്സരിക്കുന്നു, അത് കോൺഗ്രസ് ഒരു മതേതര ജനാധിപത്യ സഖ്യം ഉണ്ടാക്കിക്കൊണ്ട് പ്രത്യേകമായി മത്സരിക്കുന്നു എന്നുള്ളതാണ്. കോൺഗ്രസ് 12 സീറ്റിലും, RSP 3 സീറ്റിലും, ആൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക് 2 സീറ്റിലും, CPM-ഉം CPM ഏതാണ്ട് 23 സീറ്റിലും, CPI 2 സീറ്റിലുമായിട്ട് അങ്ങനെ കോൺഗ്രസും ഈ സഖ്യത്തിൽ മതേതര ജനാധിപത്യ സഖ്യമായി മത്സരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, പ്രധാനമായും ഭരണവിരുദ്ധ വികാരം നേരിയ തോതിൽ മമതാ ബാനർജിക്ക് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തൃണമൂൽ കോൺഗ്രസിനെതിരെ ഒരു ജനവികാരമുണ്ട്. അവിടെയുള്ള ആ വോട്ടുകൾ എങ്ങോട്ട് പോകുന്നു എന്നുള്ളതാണ് പ്രധാനം. മുൻപൊക്കെ മമതാ വിരുദ്ധ വോട്ടുകൾ അഥവാ തൃണമൂൽ കോൺഗ്രസ് വിരുദ്ധ വോട്ടുകൾ BJP-ക്ക് ലഭിച്ചിരുന്നു എങ്കിൽ അത് പൂർണ്ണമായി ഇത്തവണ BJP-ക്ക് കിട്ടുമോ എന്നുള്ള ഒരു ചോദ്യവും അവിടെ ഉയരുന്നുണ്ട്. കോൺഗ്രസിന്റെയും ഇടതുപക്ഷവുമായിട്ടുള്ള സഖ്യം വളരെ വലിയ പ്രതീക്ഷയാണ് ഇന്ത്യ മുന്നണിക്ക് അവിടെ നൽകുന്നത്. ചില സീറ്റുകളിലെങ്കിലും കടുത്ത മത്സരം ഉയർത്തുകയോ നേരത്തെ നഷ്ടപ്പെട്ടുള്ള ചില സീറ്റുകൾ തിരിച്ചു പിടിക്കുന്നതിനൊക്കെ ഉള്ള ഒരു സാഹചര്യം ഇന്ത്യ സംബന്ധിച്ചിടത്തോളം അവിടെ നിലനിൽക്കുന്നു എന്നൊരു സൂചനയും ഉണ്ട്. ചുരുക്കത്തിൽ BJPക്കും ഇന്ത്യ മുന്നണിക്കും ഒരുപക്ഷെ നേരിയ തോതിൽ നില മെച്ചപ്പെടുത്തുവാനോ ഒക്കെയുള്ള സാധ്യത അവിടെ കാണുന്നു എന്നുള്ളതാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, തൃണമൂൽ കോൺഗ്രസ് വിരുദ്ധ വോട്ടുകൾ ഏത് പെട്ടിയിലേക്ക് പോകുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും പശ്ചിമ ബംഗാളിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പശ്ചിമ ബംഗാളിൽ ആര് വിജയിച്ചാലും ഒരു കാര്യം ഉറപ്പാണ്, വലിയ തരത്തിലുള്ള രാഷ്ട്രീയ വ്യത്യാസങ്ങൾ, നാടകങ്ങൾ ആയിരിക്കും പശ്ചിമ ബംഗാളിൽ അരങ്ങേറുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് വലിയ സീറ്റുകളോട് ജയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യ മുന്നണിയോടോ അല്ലെങ്കിൽ ഒരു പക്ഷേ
വേണ്ടി വന്നാൽ BJP-യോടോ പോയി നേട്ടമുണ്ടാക്കുവാൻ തരത്തിലുള്ള നിലപാടാണ് മമതാ ബാനർജി കൈക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അവർ ഒരു വശത്ത് ഇന്ത്യ മുന്നണിയെ പിന്തുണയ്ക്കുന്നു എന്ന് പറയുകയൊക്കെ ചെയ്യുമ്പോഴും അതേസമയം തന്നെ മുൻപൊക്കെ അവര് BJP-യോട് പുലർത്തിയിട്ടുള്ള മമതയും അവരോടൊപ്പം നടത്തിയിട്ടുള്ള കൂട്ടുകെട്ടുകളും നമ്മൾ മറന്നു പോകരുത്. അവസാന ഘട്ടത്തിലും ഇടയ്ക്കുമൊക്കെ സാധാരണ ഉണ്ടാകുന്ന അത്ര വലിയ ആക്രമണ സംഭവങ്ങൾ ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടില്ല, എങ്കിലും ആക്രമണത്തിന് ലേശവും കുറവ് വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ മരണസംഖ്യ മുൻപൊക്കെ വളരെ കൂടുതലായിരുന്നു. ഇത്തവണ അത്രയും മരണങ്ങൾ ഉണ്ടായിട്ടില്ല എങ്കിലും ഇപ്പോഴും പശ്ചിമബംഗാളിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആക്രമണങ്ങൾ നടക്കുന്നു എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ലാ ആൻഡ് ഓർഡർ പ്രോബ്ലവും പശ്ചിമബംഗാളിലെ സ്ത്രീകൾക്കെതിരെയുള്ള ഈ ആക്രമണങ്ങളും അതുപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസിനെതിരെയുള്ള വികാരവും എല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടായി മാറുമെന്ന് ഇന്ത്യ മുന്നണിയും BJP-യും പ്രതീക്ഷിക്കുന്നു. പക്ഷെ BJP തീർച്ചയായിട്ടും മൈനോറിറ്റിയുടെ ഇടയിലേക്ക്, നേരത്തെ തൃണമൂൽ കോൺഗ്രസിന്റെ കോട്ടയായി, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ CAA-യിലൂടെ അവർ ഉന്നം വെക്കുന്ന, പൗരത്വ ഭേദഗതിയിലൂടെ ഉന്നം വെക്കുന്ന രണ്ട് വിഭാഗങ്ങളായ മധുവ രാജവൻഷി വിഭാഗങ്ങളുടെ വോട്ടുകൾ നേരത്തെ CPM-നായിരുന്നു, ഇടതുപക്ഷത്തിനായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പൊ ആ വോട്ടുകൾ അതിൽ നിന്ന് പൂർണ്ണമായി പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങളാണ് BJP ശ്രമിക്കുന്നത്. അപ്പം പല അർത്ഥത്തിലും BJP മൈനോറിറ്റി വിഭാഗങ്ങളുടെ ഇടയിലേക്ക്, ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ഇടയിലേക്കും ഒക്കെ കടന്നു കയറി ആ വോട്ടുകൾ സ്വായത്തമാക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ, അതേസമയം തന്നെ ബംഗാളി വികാരം ആളിക്കത്തിച്ചുകൊണ്ട് മുസ്ലിമിനെ കൂടെ നിർത്തുവാൻ മമത കാണിക്കുന്ന വ്യഗ്രത, ഇടതുപക്ഷ ജനാധിപത്യം സഖ്യം കോൺഗ്രസും CPI-യും CPM-ഉം ഫോർവേഡ് ബ്ലോക്കും എല്ലാവരും ചേർന്നിട്ട് മറ്റൊരു മുന്നണി. അപ്പോൾ ഈ വോട്ടുകൾ, മമതാ വിരുദ്ധ വോട്ടുകൾ എങ്ങോട്ട് ഏകീകരിക്കപ്പെടുന്നു എന്നുള്ളത് പശ്ചിമ ബംഗാൾ രാഷ്ട്രീയത്തിൽ നിർണായകമാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഒരു പക്ഷേ BJP അധികാരത്തിലെത്തുകയും NDA മുന്നണി അധികാരത്തിലെത്തുകയും ഏതാനും സീറ്റുകളുടെ ഒരു പിന്തുണ അവർ ഉറപ്പാക്കേണ്ടുന്ന ഒരു സാഹചര്യവും ഉണ്ടായാൽ തീർച്ചയായിട്ടും മമത ഇന്ത്യ മുന്നണിക്ക് പിന്തുണ നൽകും എന്നൊക്കെ പറയുന്ന വാക്കുകൾ മറന്ന് BJP-യോടൊപ്പം പോകാനുള്ള സാധ്യതയും വിരളമല്ല, വിദൂരമല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, രാഷ്ട്രീയത്തിൽ മമതാ ബാനർജി നടത്തുന്ന ഓരോ നീക്കങ്ങളും വോട്ടുകളും അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമാണ്. ഇത്തവണ ഒരു തിരിച്ചടി അവർ നേരിട്ടാൽ ബംഗാളിൽ ഒരുപക്ഷെ അവർക്ക് ഉള്ള അവരുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലായെന്ന് വരാം. അതുകൊണ്ട് തന്നെ മമതാ ബാനർജി പരമാവധി സീറ്റുകൾ കൊയ്യാൻ ശ്രമിക്കുമ്പോൾ കോൺഗ്രസും BJP-യും പരസ്പരം മത്സരിക്കുകയാണ് അവരുടെ വിരുദ്ധ വോട്ടുകളൊക്കെ പെട്ടിയിലാക്കുവാൻ. എന്തായാലും ജൂൺ 4 വരെ നമുക്ക് ഒരുമിച്ച് കാത്തിരിക്കാം.